ഹായ്. ലൈഫിൽ വളരെ അൺഫേവറബിൾ ആയിട്ടുള്ള ലൈഫ് സിറ്റുവേഷൻസ് കൂടി കണ്ടിന്യൂസ് ആയിട്ട് കടന്നു പോകുന്ന ആളുകൾ അവർ തീർച്ചയായിട്ടും വളരെ ഹൈ ഡിസ്ട്രെസ് ലെവലിലായിരിക്കും. അപ്പോൾ ഈ ഡിസ്ട്രെസ് എന്ന് പറയുമ്പോൾ ഈ അൺഫേവറബിൾ ആയിട്ടുള്ള ലൈഫ് സിറ്റുവേഷൻസ്, മേ ബി ഫാമിലി ഇഷ്യൂസ്, അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ്, മാരേജ് ഇഷ്യൂസ്, ലവ് അഫെയർ ഇഷ്യൂസ്, ആൽക്കഹോൾ അബ്യൂസ്, ഇതേപോലത്തുള്ള സാഹചര്യങ്ങളാണ്, അല്ലെങ്കിൽ പോവർട്ടി, പല പല സാഹചര്യങ്ങളാണ് ഫേവറബിൾ ലൈഫ് സിറ്റുവേഷൻസ്. അപ്പോൾ ഇത് മൂലം ലൈഫ് വളരെ പീക്ക് ഡിസ്ട്രെസ്സിൽ നിൽക്കുമ്പോൾ ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്: ക്രൈ ഫോർ ഹെൽപ്പ്, സഹായത്തിന് വേണ്ടി നിലവിളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒട്ടുമിക്ക ആളുകളും ചെയ്യുന്നൊരു കാര്യമാണ് ക്രൈ ഫോർ ഹെൽപ്പ്. അപ്പോൾ ഇത് ആരോടാണ്? സ്ട്രേഞ്ചേഴ്സിനോടൊന്നും പോയി ചെയ്യാൻ സാധിക്കില്ല, ഒരു പരിചയമില്ലാത്ത ആളോട് ചെയ്യാൻ സാധിക്കില്ല. ആളുകൾ സ്വാഭാവികമായിട്ടും ചെയ്യുന്നത്, പീപ്പിൾ യൂസ് ടു ക്രൈ ഫോർ ഹെൽപ്പ് ഫ്രം ദ സോഴ്സ് ദേ ഫീൽ ലൈക്ക് ദേ വിൽ ഗെറ്റ് സം ഹെൽപ്പ്. അവർക്ക് ഒരു സഹായം ലഭിക്കും എന്ന് തോന്നുന്ന ആളുകൾ ഫ്രം ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് ഓർ ലോക്കൽ കമ്മ്യൂണിറ്റീസ്, മേ ബി സ്പിരിച്വൽ ഓർ സോഷ്യൽ കമ്മ്യൂണിറ്റീസ്. അപ്പോൾ ഇവിടെ നിന്നൊക്കെയാണ് ഈ ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യുക, ക്രൈ ഫോർ ഹെൽപ്പ്. അപ്പോൾ ഈ ക്രൈ ഫോർ ഹെൽപ്പ് എന്ന് പറഞ്ഞൊരു കാര്യം വരുമ്പോഴും അവിടെ പല ആളുകളും കണ്ടിട്ടും കാണാതെ പോലെയും കേട്ടിട്ടും കേൾക്കാതെ പോലെയും ഒക്കെ പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒന്ന് ലാക്ക് ഓഫ് സ്കില്ലാണ്, രണ്ട് ലാക്ക് ഓഫ് അവെയർനെസ് ആണ്. അതായത് സ്കില്ല് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിൽ ഹൈലി ഡിസ്ട്രെസ്സിൽ കൂടി പോകുന്ന ആളുകളെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ചെയ്യാന്ന് പറഞ്ഞാൽ നന്നായിട്ട് അവരെ കേൾക്കുക എന്നുള്ളതാണ്. അതായത് അവരുടെ ഡിസ്ട്രെസ് ലെവൽ ഒന്ന് റിലീവ് ചെയ്യണമെങ്കിൽ എംപത്തറ്റിക് ലിസണിങ്, പലതരത്തിലുള്ള ലിസണിങ് ഉണ്ട്, 8-9 തരത്തിലുള്ള ലിസണിങ് ഉണ്ട്. അതിൽ എംപത്തറ്റിക് ലിസണിങ് ആണ് തെറാപ്യൂട്ടിക്കൽ ലിസണിങ് എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് അവരെ കേൾക്കുക എന്നുള്ളതാണ് ഒന്നാമത് ചെയ്യേണ്ടത്. രണ്ടാമത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, എത്രയും വേഗം അവരെ ഒരു പ്രൊഫഷണൽ കൗൺസിലിംഗ് സെറ്റപ്പിലേക്ക് കണക്ട് ചെയ്യുക, ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ഇതേപോലത്തുള്ള കാര്യങ്ങളിൽ സജസ്റ്റ് ചെയ്യുന്നത്, ഈ പ്രാവശ്യത്തെ അവരുടെ സ്ലോഗൻ എന്ന് പറഞ്ഞാൽ ലുക്ക് ലിസൺ ലിങ്ക് എന്നുള്ളതാണ്. അതായത് ശ്രദ്ധിക്കുക, അത് കണ്ട് മനസ്സിലാക്കുക, ഐഡൻറ്റിഫൈ ചെയ്യുക, നന്നായി കേൾക്കുക. അവിടെ അഡ്വൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ടീച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഗൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യാനോ ക്രിറ്റിസൈസ് ചെയ്യാനോ ഒന്നും ചെയ്യാൻ പാടില്ല. കാരണം ഹൈലി സെൻസിറ്റീവാണ്. കാരണം അവരുടെ ഡിസ്ട്രെസ് ലെവൽ കൂട്ടിക്കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആകുന്നതിന് പകരം നെഗറ്റീവ് സൈഡിലേക്ക് പുഷ് ചെയ്ത് ഇടുന്നത് പോലെയാണ്. അപ്പോൾ എംപത്തറ്റിക് ലിസണിങ്, ദെൻ ലിങ്ക് ടു എ പ്രൊഫഷണൽ കൗൺസിലിംഗ് സെറ്റപ്പ് എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതറിയാത്തതുകൊണ്ട് തന്നെ ആളുകൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ വളരെ മിസ്ഹാൻഡിൽ ചെയ്യുന്നതാണ്.